പേരൻസ് പലപ്പോഴും വളരെ ആവലാതിയോട് പറയുന്ന കാര്യമാണ് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചിട്ട്. അതായത് ചില സമയത്ത് കുട്ടികൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ഫുഡ് കാണും, വീണ്ടും വീണ്ടും അവർ ആ ഒരു ഫുഡ് തന്നെ നമ്മളോട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടാവും. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രിഫറബിൾ ആയിട്ടുള്ള ഫുഡ് തന്നെ അവർക്ക് വേണ്ട എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നുണ്ടാവും. അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ചില സമയത്ത് ഫുഡ് അത്ര നല്ലതായിട്ട് കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ള രീതിയിൽ പലതരത്തിലുള്ള പരാതികളും പേരൻസ് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആസ് എ പേരൻറ് നമുക്ക് ഉണ്ടാവുന്ന ഒരു വലിയ ആവലാതിയാണ്. അപ്പോൾ ഇത് നമ്മൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ, ഇത് നോർമൽ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യാദേവി. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടികളുടെ പ്രിഫറൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ വിശപ്പിൻ്റെ കാര്യത്തിലും നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് നോർമലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ നോർമലാണെങ്കിൽ നമ്മൾ ഒരുപാട് പാനിക് ആവേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എപ്പോഴാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നോർമലായിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, അതല്ലെങ്കിൽ അവർ തീരെ ആക്റ്റീവ് അല്ല, ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആഹാരം ചവയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇറക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് ചുമ വരുന്നു, അല്ലെങ്കിൽ ഗാഗിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉറപ്പായിട്ടും അവരുടെ ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്.